LPSനകത്ത് നമുക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസ് കഴിഞ്ഞാൽ പല കുട്ടികളുടെയും ഒരു ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. എത്രയായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നത്? ഇതിനെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. 2025 റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റുഡൻസിന് സെൽഫ് അനലൈസിംഗിനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലെ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിലൂടെ നിന്ന് ഷെയർ ചെയ്യുക. അതായത് നമുക്ക് സ്റ്റുഡൻസിനെ ഒരു സെൽഫ് അനലൈസിങ് സാധിക്കുമ്പോൾ എത്രത്തോളം റാങ്ക് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എങ്കിലും ഒരു എക്സാക്റ്റ് ആയിട്ട് ഇത് തന്നെയാണ് നിങ്ങളുടെ റാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. 2025 സീറ്റ് റിസർവേഷൻ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ സീറ്റ്, അതായത് റിസർവേഷൻ വിവരങ്ങളാണ് ഇങ്ങനെ താഴെ പറയുന്നത്. സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ 50% റിസർവേഷനും, EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 10% റിസർവേഷനും, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിൽ 30% റിസർവേഷനാണ് നമുക്ക് വരിക. ഈ വിഭാഗത്തിൽ നമുക്ക് പരിഗണിക്കപ്പെടാൻ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ കറക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. അതുപോലെ EWC ഇക്കണോമിക്കൽ വീക്കർ സെക്ഷൻ, അതുപോലെ MU മുസ്ലിം സെക്ഷൻ, അതുപോലെ വിശ്വകർമ്മ സെക്ഷൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഓരോ കാറ്റഗറിയിലും നമുക്ക് എത്രയൊക്കെ റിസർവേഷൻസുകളാണ് എന്നുള്ളത് പെർസെൻറ്റേജ് വൈസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഏഴവ കാറ്റഗറി ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജിൽ 9%, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ 9% ആണ്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനകത്ത് 8%, സെൽഫ് ഫിനാൻസിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കാറ്റഗറീസ് റിസർവേഷൻസ് ഒന്നുമില്ല. അതുപോലെ ബാക്ക്വേർഡ് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ 3% സ്റ്റേറ്റ് ഗവൺമെന്റും സെൽഫ് ഫിനാൻസിൽ 3%. അതുപോലെ ലാറ്റിൻ കത്തോലിക് 3% സ്റ്റേറ്റ് ഗവൺമെന്റിലും സെൽഫ് ഫിനാൻസിൽ 3%. അതുപോലെ ദേവര അതിനകത്ത് വരുന്നത് 2% സെൽഫ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസുകളിൽ 2%. അതുപോലെ വിശ്വകർമ്മ വരുന്നത് 2% സ്റ്റേറ്റ് ഗവൺമെന്റിലും സെൽഫ് ഫിനാൻസിൽ 2%. അതുപോലെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ സെക്ഷനിൽ വരുമ്പോൾ 1% സ്റ്റേറ്റ് ഗവൺമെന്റിലും 1% സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ. അതുപോലെ KN സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 1% സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൽ 1% തന്നെ. ദെൻ കുടുംബി സെക്ഷനിൽ സെയിം തന്നെ 1% തന്നെയാണ് വരുന്നത്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിലാണെങ്കിൽ 8% സ്റ്റേറ്റ് ഗവൺമെന്റും 8% സെൽഫ് ഫിനാൻസ് കോളേജുകളും. അതുപോലെ ST ഷെഡ്യൂൾഡ് ട്രൈബ്സിലാണെന്നുണ്ടെങ്കിൽ 2% ആണ്. രണ്ട് കാറ്റഗറിയിലും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിലും സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറീസുകൾ വരുന്നത്. ദെൻ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ മാർക്കൊക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം ഇതിന്റെ കൂടെ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ള പല കുട്ടികളും ഇതിൽ കയറി അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിന് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കോപ്പി എടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ പ്രിൻസിപ്പലിന്റെ സൈനും സ്കൂളിലെ സീലും അറ്റസ്റ്റേഷനും ഒക്കെ തന്നെ നിങ്ങൾ ചെയ്യുക. അതൊരു ഫയലായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ അവരുടെ, അതായത് LPSനകത്തോട്ടുള്ള ഇമെയിൽ ID നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇമെയിൽ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമെയിലിൽ നിങ്ങൾ കറക്റ്റായിട്ട് റീസൺ കൂടി എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് എന്തിനാണ് ഇമെയിൽ അയക്കേണ്ടത്, നിങ്ങൾ എന്ത് ചേഞ്ച് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. മുന്നേ പറഞ്ഞിരുന്നു ഇംപ്രൂവ്മെന്റ് മാർക്കെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആഡ് ചെയ്യും എന്നാണ്. പക്ഷെ പലർക്കും ആഡ് ചെയ്ത് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഇത് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾ ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്യുക. ഈ പറഞ്ഞ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നമ്മൾ ഇൻസൈറ്റ് 360യുടെ മെമ്പേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.